തുടിച്ചു തുള്ളും മനസ്സിനുള്ളിൽ ഇങ്ങനെയായിരുന്നു എന്റെ ട്യൂൺ. ഈ പാട്ടിൽ ഓരോ ഏരിയയിലും ഞാൻ ലാലിനെ കാണുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വലിയ സന്തോഷിച്ചിരിക്കുകയായിരുന്നു. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറുത്തവെണ്ണയുടെ കമ്പോസിങ് ഇവിടെ എറണാകുളത്ത് BTH നടക്കുന്നു. അപ്പം നിലാപ്പൊങ്കലായാലോ എന്നുള്ള പാട്ട് കമ്പോസ് ചെയ്തു. അദ്ദേഹത്തിന് വളരെ ഇഷ്ടപ്പെട്ടു. പിന്നെ നിങ്ങളുടെ കറുത്ത പെണ്ണ എന്ന ഓണപ്പാട്ടുകളിൽ നിന്നുള്ള അദ്ദേഹം ആകർഷണമായിട്ട് ഇവിടെ ഞങ്ങളുടെ അടുത്ത് വന്നത്. കറുത്ത പെണ്ണെ പാടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ കറുത്ത പെണ്ണെ പാടി. അതിൻ്റെ അകത്തുള്ള തുടിച്ചു തുള്ളും മനസ്സിനുള്ളിൽ ഇങ്ങനെയായിരുന്നു എൻ്റെ ട്യൂൺ. അപ്പൊ അത്രയും നേരം ഇങ്ങനെ ഈ പാട്ടിൽ ഓരോ ഏരിയയിലും ഞാൻ ലാലിനെ കാണുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വലിയ സന്തോഷിച്ചിരിക്കുകയായിരുന്നു, ചിരിച്ചിട്ടുണ്ടെങ്കിൽ ഇരിക്കുകയായിരുന്നു. അപ്പൊ പെട്ടെന്ന് പറയുമ്പോഴത്തേക്കും അതൊന്നും ഒന്നുകൂടി പാടിക്കുക. ഞാൻ അങ്ങനെ ഒന്നുകൂടി പാടി. ഇതാരാ പാടാൻ പോണം? MG ശ്രീകുമാർ കറക്റ്റായിട്ട് പാടും. MG ശ്രീകുമാർ മാത്രം പാടിയാൽ മതിയാ, എനിക്കും പാടണ്ടേത്. ഈ പ്രദേശത്തുള്ള കംപ്ലീറ്റ് എല്ലാ നമ്മുടെ നാട്ടിലുള്ള എല്ലാവരും പാടണ്ടേ എന്ന് പറഞ്ഞു. MG ശ്രീകുമാറിന് മാത്രം പാടാനാണ് നമ്മളതിനെ അതിനെ പാട്ടുണ്ടാക്കണം എന്ന് പറഞ്ഞു. നിങ്ങൾ കുറച്ച് സ്വീറ്റ് ബട്ട് സിമ്പിൾ അട്രാക്റ്റീവ് എന്നാൽ പുതുമയും വേണം, അങ്ങനത്തെ ട്യൂൺ ഉണ്ടാക്കുക. അങ്ങനെയാണ് അപ്പം തന്നെ ഉണ്ടാക്കി. ഇപ്പൊ കൊള്ളാം. ഇതേപോലെയുള്ള ട്യൂണുകളായിരിക്കും ഉണ്ടാക്കുന്നത്.